ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ലെയറോട് കൂടിയിട്ടുള്ള പൊറോട്ട. അത് നല്ല ടേസ്റ്റിയും നല്ല സ്മൂത്തും ആയിട്ടുള്ള നല്ലൊരു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതെങ്ങനെ തയ്യാറാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേ സേവനായിൽ ഇങ്ങനെ മാവ് നിറച്ച് അധികം പരത്തിയൊന്നും കഷ്ടപ്പെടാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടിയാണ് കേട്ടോ. ഇനി അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം നമ്മളെടുത്ത അതേ കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുമിച്ച് ഒഴിക്കാണ്ട് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ പേച്ചിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ സ്പൂണോ അല്ലെങ്കിൽ ഇതേപോലത്തെ സ്പാച്ചിൽ വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇളം ചൂടോട് കൂടി തന്നെ നമുക്കിത് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്ത അളവ് വെള്ളം എന്ന് പറയുന്നത് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള മാവാണ് കേട്ടോ. അത് തയ്യാറാക്കി വരുമ്പോൾ അധികം നമുക്കങ്ങോട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യം വരില്ല. നല്ല സ്മൂത്തായിട്ടുള്ള മാവാണ് കേട്ടോ. ഇനി നമുക്കിത് കുഴച്ച് ഒരു അരമണിക്കൂർ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒന്നും കൂടി സ്മൂത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ മാവുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് നമ്മുടെ സേവനാഴിയിൽ നമുക്ക് ആ നൂലപ്പത്തിൻ്റെ അച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ചധികം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുമ്പ് ഞാൻ ഈ സേവനാഴിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ മാവ് നമുക്ക് കുറേശ്ശെയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളെങ്ങനെയാണ് നൂലപ്പത്തിന് വേണ്ടി നമ്മൾ പിഴിഞ്ഞെടുക്കുക അതേപോലെ തന്നെ നമുക്കിതൊന്ന് പിടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു പാത്രത്തിലാണ് ഇത് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ആക്കി കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ പിഴിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളെങ്ങനെയാണോ നൂലപ്പം റെഡിയാക്കണം ആ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും മുകളിൽ നല്ലപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ എന്തിലാണോ പരത്തിയെടുക്കണേ അതിൽ വെച്ചിട്ട് നമുക്കൊന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അധികം നൈസാകാൻ പാടില്ല, അധികം കട്ടിയാകാൻ പാടില്ല. ആ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കാണുന്ന രീതിയിൽ പരത്തിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാനിലേക്ക് ചൂടായതിൻ്റെ ശേഷം ഇതേപോലെ നെട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കാറ് ആ രീതിയിൽ തിരിച്ചും മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ നല്ലപോലെ നമ്മൾ നേരത്തെ തന്നെ നല്ലപോലെ തന്നെ അടിയിലും മുകളിലൊക്കെ വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പരത്തിയെടുക്കുമ്പോൾ ആ വെളിച്ചെണ്ണ നല്ലപോലെ തന്നെ ഇതിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ കരിയാണ്ട് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പം അങ്ങനെ ഞാൻ നല്ല രീതിയിൽ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ആദ്യം തന്നെ ഒരു 3 വേഗം റെഡിയാക്കി ഇതേപോലെ 3 ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പൊറോട്ടയും ഞാൻ അതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലെയറോട് കൂടിയിട്ടുള്ള പൊറോട്ടയാണ്. ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, നല്ല സ്മൂത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.